916 BAS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ്. SNDP യോഗം 995 നമ്പർ മൂത്തകുന്നം ശാഖയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആർശങ്ക പ്രാർത്ഥന കുടുംബ യൂണിറ്റിന്റെ 12ാമത് വാർഷികം SNDP പറവൂർ യൂണിയൻ ചെയർമാൻ CN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശാഖ പ്രസിഡന്റ് PR പ്രസാദ് അധ്യക്ഷനായിരുന്നു. മുൻ SNDP ഡയറക്ടർ ബോർഡ് അംഗം രാജു നടുകപ്പള്ളി അനുഗ്രഹ പ്രഭാഷണം നടത്തി. പ്രാർത്ഥന കുടുംബ യൂണിറ്റ് കൺവീനർ തേജ ജേസില പ്രവർത്തന റിപ്പോർട്ടും ജോയിന്റ് കൺവീനർ ശ്രീല ജിന്നൻ തമ്പി ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. SNDP ശാഖ വൈസ് പ്രസിഡന്റ് D. ദിനേഷ് കുമാർ, ശാഖ കമ്മിറ്റി അംഗം വിജയകുമാരി സത്യശീലൻ, ഡോക്ടർ പൽപ്പു പ്രാർത്ഥന കുടുംബ യൂണിറ്റ് കൺവീനർ ശ്രീദേവി രാജേന്ദ്രൻ, കുമാരനാശൻ കുടുംബ യൂണിറ്റ് കൺവീനർ ശാന്ത സുഗതൻ, ശാഖ സെക്രട്ടറി CS രാജേഷ്, പ്രീതി നെൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി സുമലത രതികുമാർ കൺവീനർ, തേജ ജേസല ജോയിന്റ് കൺവീനർ എന്നിവരെ തെരഞ്ഞെടുത്തു. കുടുംബ പ്രാർത്ഥനയിൽ മുടക്കം കൂടാതെ പങ്കെടുത്ത ശ്രീദേവി ഗാനൻ, തേജ എന്നിവർക്ക് രാജു നടുകപ്പള്ളി ഉപഹാരങ്ങൾ സമ്മാനിച്ചു. SNDP പറവൂർ യൂണിയൻ നൽകുന്ന വാർദ്ധക്യകാല പെൻഷൻ അംബിക വേണുവിന് ശാഖ സെക്രട്ടറി CS രാജേഷ് കൈമാറി. ഈ യോഗത്തിൻ്റെ മുൻ ഡയറക്ടർ ബോർഡ് അംഗവും അതോടൊപ്പം തന്നെ പറവൂർ യൂണിയൻ്റെ കീഴിലുള്ള ഏറ്റവും നല്ല പ്രഭാഷകൻ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട രാജീവ് നടുകപ്പള്ളി, കൺവീനർ പ്രിയപ്പെട്ട ശ്രീമതി തേജ ജേസ്ല, ജോയിന്റ് കൺവീനർ പ്രിയപ്പെട്ട ദിനേഷ് കുമാർ, കുടുംബ യൂണിറ്റിൻ്റെ കൺവീനർ ശ്രീദേവി രാജേന്ദ്രൻ, SNDP ശാഖയുടെ കമ്മിറ്റി അംഗം പ്രിയപ്പെട്ട ശ്രീമതി വിജയകുമാരി. ഞാൻ ഈ രാജീവിനോട് പറഞ്ഞാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞാനില്ല. രാജീവ് എനിക്ക് കംപ്ലീറ്റ് സപ്പോർട്ട് നൽകും. ഞാനന്ന് ഈ തിരുപ്പുറം ശാഖ പ്രസിഡന്റായിട്ടുണ്ട്. എനിക്ക് ആ തിരുപ്പുറം ഞാൻ ഇക്കാലത്തിൽ ആ സ്ഥലത്തുള്ള ആളുകളായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഈ 72 ശാഖയൊക്കെ പോയി ഉള്ള ആ ഒരു ചെറിയ ആശങ്ക. ആർശങ്ക സ്മാരക പ്രാർത്ഥനാ കുടുംബ യൂണിറ്റിൻ്റെ 12ാമത് വാർഷികാഘോഷമാണ് നമ്മളിന്ന് ഇവിടെ വെച്ച് ആഘോഷിക്കുന്നത്. ഈ വാർഷികാഘോഷത്തിന് സ്വാഗതം പറയുക എന്ന കടമയിലേക്ക് ഞാൻ കിടക്കുകയാണ്. ആദ്യമായി നമ്മളുടെ ഇന്നത്തെ ഈ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത് SNDP യോഗത്തിൻ്റെ 916 BAS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം